നമ്മളൊരു ദിവസം എത്ര ആളുകളായിട്ടാണ് ഇടപഴകുന്നതല്ലേ? എല്ലാവരും നമുക്ക് ഫേവറബിൾ ആയിട്ടാണോ സംസാരിക്കുന്നത്? അല്ല, നമ്മളോട് മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളൊരു ഡിഫിക്കൽട്ട് പേഴ്സണാലിറ്റി ആയിട്ട് അവരുടെ മുമ്പിൽ അങ്ങനെ ആയിത്തീരില്ലേ? സോ ഹൗ ടു സ്റ്റേ കാം അറൌണ്ട് ഡിഫിക്കൽട്ട് പേഴ്സണാലിറ്റീസ് ഓർ ഡിഫിക്കൽട്ട് പേഴ്സൺ? നമ്മളെപ്പോഴും സമാധാനം തിരഞ്ഞെടുക്കും. യു ഓൾവേസ് ഹാവ് എ ചോയ്സ്. നമുക്ക് റിയാക്ട് ചെയ്തിട്ട് ആ ഒരു സന്ദർഭത്തിന് ഡിഫിക്കൽട്ടാക്കി തീർക്കാം, അല്ലെങ്കിൽ ചൂസ് പീസ്, കാമായിട്ടിരിക്കാം. എപ്പോഴും കാമായിട്ടിരുന്നത് ശരിയാവോ ചോദിച്ചാൽ അവരൊക്കെ തലയിൽ കയറും അല്ലേ? അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതാണ്, സം പീപ്പിൾ ഡോണ്ട് ചേഞ്ച്. ചില ആളുകൾ ചേഞ്ച് ചെയ്യില്ല. ആൻഡ് ദേ ഡോണ്ട് ലവ് ടു ചേഞ്ച് ഓൾസോ. ദേ ഡോണ്ട് ലൈക്ക് ടു ചേഞ്ച്. സോ സ്റ്റോപ്പ് ട്രൈങ് ടു ഫിക്സ് ദം. അവരെ ഫിക്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ട. പക്ഷെ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ വേർഡ്സ്, നമ്മുടെ ചോയ്സസ്, നമ്മുടെ റിയാക്ഷൻസ്. ആൻഡ് വി ഹാവ് ടു പ്രൊട്ടക്റ്റ് അവർ മെൻറ്റൽ ഹെൽത്ത് ആൻഡ് പീസ്. നമ്മൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക. ആൻഡ് ബീങ് റെസ്പെക്ട്ഫുൾ. വെൻ യു കീപ് ബൗണ്ടറീസ്, ബി റെസ്പെക്ട്ഫുൾ. സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ വേർഡ്സ് ആൻഡ് ടോൺ. നമ്മൾ വർത്തമാനം പറയുമ്പോൾ അതിൻ്റെ ടോണും ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് യുവർ ചോയ്സസ് ആൻഡ് റിയാക്ഷൻസ്. ഹൗ യു പ്രൊട്ടക്റ്റ് യുവർ മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ബീങ് റെസ്പെക്ട്ഫുൾ. ആൻഡ് think this also, you are not responsible for their emotions, their trauma, their bad behavior, and keeping the family peace at your expense. എല്ലാവരും നമ്മളോട് പറയില്ലേ, നീ ഇപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാമിലിയുടെ സമാധാനം നഷ്ടപ്പെടും എന്ന് പറയും. പക്ഷെ നമ്മുടെ റിയാക്ഷൻ കാമൻ ക്വയറ്റാണെങ്കിൽ അതൊരു ഫാമിലി പീസിന് പ്രോബ്ലം ആക്കുന്നില്ല. പലപ്പോഴും നമുക്ക് അവിടെ റെസ്പെക്ട്ഫുള്ളായിട്ട് അല്ലെങ്കിൽ കാമായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദ ട്രിഗർ ഫ്രം ദ അതർ സൈഡ് ഇസ് മോർ. അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടുന്ന ട്രിഗർ ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പറയണ പ്രിൻസിപ്പിൾസ് ഒന്നും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോ വാട്ട് വി ക്യാൻ ഡു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കാമായിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ വീക്ക്നെസ് അല്ല. കാംനെസ് ഈസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ്സ് അവർ കൺട്രോൾ. വി ക്യാൻ പ്രാക്ടീസ്. നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ കാമായിട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ കീപ് ബ്രേക്കിംഗ് യു, സ്റ്റോപ്പ് ലെറ്റിംഗ് ദം ഇൻ. നമ്മളെങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവരെ സമ്മതിക്കരുത്. അതിനെ അവരെ അലൗ ചെയ്യാണ്ടിരിക്കുക. നമ്മളുടെ ആ ഒരു ബൗണ്ടറിയിലേക്ക് അവരെ കടത്താണ്ടിരിക്കുക. പോയിന്റ്സ് ടു നോട്ട് വെൻ ഡീലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് പീപ്പിൾ. യു ക്യാൻ ചേഞ്ച് പീപ്പിൾ. അതൊരു ഫാക്റ്റാണല്ലോ. നമുക്ക് ആളുകളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റോപ്പ് ട്രൈങ്, ഫോക്കസ് ഓൺ ഹൗ യു റെസ്പോണ്ട്. നമ്മൾ വിചാരിക്കുക അവരെ ചേഞ്ച് ചെയ്യാം, പിന്നെ നമ്മുടെ ഭാഗത്തുള്ള സത്യം കൊണ്ട് പ്രൂവ് ചെയ്യാം എന്നുള്ളത്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എൻ്റെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ സ്റ്റോപ്പ് ട്രൈങ് ആൻഡ് ഫോക്കസ് ഓൺ ഹൗ യു റെസ്പോണ്ട്, നോട്ട് ഹൗ ദേ ബിഹേവ്. നമ്മൾ റെസ്പോണ്ട് ചെയ്യണതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നോട്ട് ഹൗ ദേ ബിഹേവ്. ഡോണ്ട് ടേക്ക് എവറിതിങ് പേഴ്സണലി. എല്ലാതും പേഴ്സണലി എടുക്കണ്ട. അവർ പറഞ്ഞു പോട്ടെ, അവർ മനസ്സിൽ പറയാം, ലെറ്റ് ദം ടെൽ ആൻഡ് ഗോ. Their behavior says more about them than about you. അവരുടെ ബിഹേവിയർ അവരെക്കുറിച്ചാണ് സൊസൈറ്റിയോട് പറയുന്നത്, ആൻഡ് നോട്ട് അബൌട്ട് യു. സെറ്റ് ബൗണ്ടറീസ് ആൻഡ് സ്റ്റിക്ക് ടു ദം. നമ്മളൊരു ബൗണ്ടറി വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുക. എന്തെങ്കിലും ഇമോഷണലി നമ്മൾ പറഞ്ഞ് ആരെങ്കിലും മാറ്റിയാൽ തന്നെ മാറാണ്ടിരിക്കുക. ദിസ് ഇസ് ബെറ്റർ ടു പ്രൊട്ടക്റ്റ് അവർ ഓൺ പീസ്. എ ബൗണ്ടറി എക്സ്പ്ലെയിൻ വൺസ് ഇസ് എനഫ്. റിപ്പീറ്റിംഗ് ഇസ് സ്ട്രെങ്ത്. നമ്മൾ പറയുന്നത് ദിസ് ഇസ് മൈ ബൗണ്ടറി, യു കനോട്ട് ഇൻവേഡ്. അതാണ് കീപ്പ് ചെയ്യേണ്ടത്. ആൻഡ് അത് അതിനൊരു സ്ട്രെങ്ത്, അതിന് ശക്തി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ അവരെ എൻ്റർടൈൻ ചെയ്യാണ്ടിരിക്കാം. കാം ഇസ് യുവർ അഡ്വാൻറ്റേജ്. നമ്മൾ കാമായിട്ട് ഒരു ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ്. റേസ്ഡ് വോയിസ് ലോസ് പവർ വെൻ മെറ്റ് വിത്ത് കാം. ലൈക്ക് നമ്മൾ ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, നീ പറഞ്ഞ ശരിയല്ല, ഞാൻ പറഞ്ഞ ശരി, ഇങ്ങനെ ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു കൺട്രോൾ കിട്ടാണ്, നമ്മളുടെ പവർ ലൂസ് ചെയ്യാണ്. നേരെ മറിച്ച് കാമായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാണ് പവർ. നോട്ട് എവറി സിറ്റുവേഷൻ നീഡ്സ് എ റിയാക്ഷൻ. എല്ലാ സിറ്റുവേഷനും റിയാക്ഷൻ ആവശ്യമില്ല എന്ന് പറയുന്നു. ഓക്കെ, ഷോർട്ട് ആൻസേഴ്സ് പ്രൊട്ടക്റ്റ് യുവർ എനർജി. ചെറിയ ആൻസേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. വെറുതെ ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞാൽ കുറേ ഓവർ എക്സ്പ്ലനേഷൻസും കൊടുക്കേണ്ട. റെസ്പെക്റ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ അവരുടെ കാര്യങ്ങളിൽ അവർ പറയണതിൽ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ നമ്മളെ പെട്ടെന്നൊന്നും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലേക്ക് പുഷ് ചെയ്തിടാൻ സാധിക്കില്ല.
ചില സമയം ചില സിറ്റുവേഷൻ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ഒരു സ്മാർട്ടസ്റ്റ് റെസ്പോൺസ് ആണ് കേട്ടോ. ചില സിറ്റുവേഷൻ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. റെസ്പെക്റ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. ഇഫ് യു ഡോണ്ട് ലൈക്ക് നമ്മളൊരാളെ നമ്മളുടെ ബൗണ്ടറിയിലേക്ക് കടത്തിയില്ലെങ്കിൽ അവരെ ലൈൻ ക്രോസ് ചെയ്യില്ല അല്ലേ. ഡിസ്റ്റൻസ് ഇസ് നോട്ട് പണിഷ്മെൻറ്റ്. നമ്മൾ അവരെ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു പണിഷ്മെൻ്റ് ഒന്നല്ല, അവരുടെ അടുത്തും നമ്മളുടെ അടുത്തും. അതൊരു തരം സെൽഫ് കെയർ ആണ്. പിന്നെ നമ്മുടെ ഉള്ളിലത്തെ ആ ഗിൽട്ട് ഫീലിംഗ് ഇല്ലേ, അത് അവരൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യും. ഡോണ്ട് കൺഫ്യൂസ് ഗിൽറ്റ് വിത്ത് റെസ്പോൺസിബിലിറ്റി. അതിനൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ എന്താ പറയുക, മോശമായിട്ട് കണക്കാക്കണ്ട. നമ്മൾ സേഫ് ആയിരിക്കാൻ വേണ്ടി നമ്മളുടെ ടൂളാണ് ഈ ഡിസ്റ്റൻസിങ് എന്നുള്ളത്. വാക്കിംഗ് എവേ ക്യാൻ ബി മെച്യൂരിറ്റി. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വാക്ക് എവേ ചെയ്യണത് നമ്മുടെ മെച്യൂരിറ്റി ആയിരിക്കും. നമ്മൾ ജീവിതത്തിൽ കാണുന്ന എല്ലാ മനുഷ്യരും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല അല്ലേ. ചിലർ നമ്മളുടെ മുഴുവൻ ഊർജം അവർ വലിച്ചെടുക്കും. എന്നിട്ട് നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്തിട്ട് നിങ്ങളാണ് പ്രശ്നം എന്നുള്ള പോലെ സംസാരിക്കും. ഈ ആളുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പുറമെന്ന് എവിടെ നിന്നാവില്ല. നമ്മുടെ ഫാമിലി ആയിരിക്കാം, നമ്മുടെ നൈബേഴ്സ് ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. സോ സം പീപ്പിൾ ആർ ഇൻസെക്യൂർ. നമ്മൾ അതിൻ്റെ കാരണങ്ങൾ നോക്കി പോയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഇൻസെക്യൂർ ആണ്. അവരുടെ കാര്യങ്ങളൊന്നും സെറ്റാവാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ചില ആളുകൾ സിംപ്ലി ദേ ആർ ഡൂയിങ് സം ഡ്രാമ. വൺസ് യു ലേബൽ ദെയർ ബിഹേവിയർ ഇൻ യുവർ ഹെഡ്, യു വിൽ സ്റ്റോപ്പ് ടോക്കിംഗ് ലൈക്ക് ബാക്ക് ഓർ സം യു സ്റ്റോപ്പ് റിയാക്ടിങ് ടു മച്ച്. പെട്ടെന്നുള്ള ഒരു ട്രിഗർ ഒഴിവാക്കാൻ പറ്റും. അവർ ഡ്രാമ ചെയ്യണതാണോ അവരുടെ ഇൻസെക്യൂരിറ്റീസ് ആണോ നമ്മളിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സോ യു സ്റ്റോപ്പ് ടേക്കിംഗ് ഇറ്റ് പേഴ്സണലി. ദാറ്റ് ഈസ് അതോടുകൂടി നമ്മുടെ പകുതി യുദ്ധം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മൾ കുറേ കാര്യങ്ങൾ പേഴ്സണലി എടുക്കാണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ട്രിഗർ ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, പബ്ലിക്കിൻ്റെ മുമ്പിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവരുടെ ടോക്സിസിറ്റിയാണ്, അവരുടെ ഒരു ഡിഫിക്കൽട്ട് ബിഹേവിയർ ആണ് അവർ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളുടെ എനർജിയും നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് ഊർജ്ജമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സോ സ്റ്റോപ്പ് ആർഗ്യൂയിങ്, സ്റ്റോപ്പ് ഓവർ എക്സ്പ്ലെയിനിങ് ആൻഡ് ഡിഫെൻഡ് യുവർ സെൽഫ്. ലൈക്ക് നോൺ സ്റ്റോപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൺട്രോൾ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ കീപ് എനി ആൻസേഴ്സ് യു ആർ ഗിവിങ് ഷോർട്ട്, കാം അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവർ ഇത്തരം കാമായിട്ടുള്ള ബിഹേവിയറും സൈലൻ്റ് ആയിട്ടുള്ള ബിഹേവിയറും ഒക്കെ അവർക്ക് ഇഷ്ടമല്ലാതെ. പിന്നെ ബൗണ്ടറി സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ ചിലവരോട് നമുക്ക് തുറന്നു പറയാൻ പറ്റും, നിങ്ങൾ കാണിക്കണമെന്നും എനിക്ക് എൻ്റെ വർക്കൗട്ട് ആവില്ല കേട്ടോ, അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. അവർ ട്രിഗേർഡ് ആവാണ്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാലും അവർ ട്രിഗേർഡ് ആവില്ല. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. കാരണം അവർക്ക് അതിനുള്ള ചിലപ്പോൾ ഇവർക്കൊക്കെ എന്തൊരു ഭയങ്കര സ്ട്രെങ്ത് ആണല്ലോ ഒന്നിലും മൂവ് ചെയ്യാണ്ട് നിൽക്കുന്നത്. ചില ആളുകളോട് നമ്മൾ പറയാണ്, നമ്മൾ വേറെ ആൾക്കാർ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ കൂടി, നിങ്ങൾ കുറച്ച് തടി വെച്ചിട്ടുണ്ടല്ലോ പറഞ്ഞാൽ എന്താ ചെയ്യുക, അതിപ്പോൾ ഇത്ര നാളായിട്ടൊന്നും കുറയുന്നില്ലാന്നേ എന്ന് പറഞ്ഞിട്ട് അവർ കളയും. പക്ഷേ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവരത് പേഴ്സണലി എടുത്ത്, ഇല്ല ഞാൻ എക്സസൈസ് ചെയ്തു എന്നിട്ടും തടി കുറയണില്ല, അങ്ങനെ എന്താ ഇനി ആവട്ടെ. ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾക്ക് വരുമാനമില്ലല്ലോ, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ഇങ്ങനെയൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മളുടെ എനർജി നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ചിലർ നൈസായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യും. ഇതിൽ ഞാൻ എൻജോയ് ചെയ്യണു, എൻ്റെ ഈ ഷോർട്ട് ബ്രേക്ക് എൻജോയ് ചെയ്യണമെന്ന് പറയും. നമ്മൾ കൂടുതൽ ട്രിഗേർഡ് ആവണമെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കാം, വിൽ ദിസ് മാറ്റർ എഫക്റ്റ് യു നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ഇത് അടുത്ത വീക്കിലേക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വിൽ പ്രൂവിങ് മൈ പോയിന്റ് ചേഞ്ച് എനിത്തിങ്, ഞാൻ എന്നെ തന്നെ പ്രൂവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ആവാൻ പോകുന്നുണ്ടോ. ഇഫ് ദ ആൻസർ ഇസ് നോ, ഒന്നും ചേഞ്ച് ആവാൻ പോകുന്നില്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ആ റിയാക്ഷൻ അതവിടെ ഡ്രോപ്പ് ചെയ്യാം. പീസ് ഈസ് ബെറ്റർ ദാൻ ഈഗോ അല്ലേ. നമ്മളുടെ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ മുമ്പിൽ നമ്മൾ ശരിയാണെന്ന് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് ഫാമിലി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ് എല്ലായിടത്തും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് നമ്മളെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷന് പോവാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം എല്ലാത്തിനും വലുത് നമ്മളുടെ പീസ് ഓഫ് മൈൻഡ് തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ കൂടുതൽ ആർഗ്യൂ ചെയ്തിട്ട് അവിടെ ഒരു കാര്യമില്ല. നമ്മൾ എന്താ പറയുക, നമ്മളുടെ സത്യം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ചില സിറ്റുവേഷൻസ് നമുക്ക് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ രക്ഷപ്പെടാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും.
സോ യു കാൻ കൺട്രോൾ ദിയർ മൗത്ത്, ദിയർ വേർഡ്, ദിയർ മൂഡ്, ദിയർ മാനേഴ്സ്. ദേ കീപ്പ് ഓൺ ടെല്ലിങ് അല്ലേ. അവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ ബാഡ് ബിഹേവിയറോ അവരുടെ ട്രോമയോ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളോട് എപ്പോഴും പറയണതാണ് ഫാമിലിയുടെ സമാധാനം. ഇപ്പോൾ ഫാമിലിയിലാണ് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളോട് എപ്പോഴും പറയണത് ഫാമിലിയുടെ സമാധാനം നിലനിർത്താൻ അഡ്ജസ്റ്റ് ചെയ്യും. അതിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളാവും, അല്ലെങ്കിൽ അമ്മയും മക്കളും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കും. ഫാമിലിയുടെ പീസ് നിലനിർത്താൻ വേണ്ടി, സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വേർഡ്സ്, ടോണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പറയും അല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ റിയാക്ഷൻസ് ഓവറാകുമ്പോൾ പറയും യു ആർ ഓവർ റിയാക്ടിങ്. ഓക്കെ, വി ആർ ഓവർ റിയാക്ടിങ് ആണ്. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യാം. അതോ ആണ്, അവരുടെ മുമ്പിൽ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ലൈക്ക് യെസ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മളോട് തന്നെ ചോദിക്കും, നമ്മൾ പ്രൂവ് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. സോ യു ആർ ഓൺലി റെസ്പോൺസിബിൾ ഫോർ യുവർ വേർഡ്സ്, യുവർ ചോയ്സസ്, യുവർ ആക്ഷൻസ്. അതുമാത്രം നമ്മൾ അക്കൗണ്ടബിൾ ആവുന്നുള്ളൂ. മറ്റുള്ളവർ എന്ത് ചെയ്യണോ എന്നുള്ളത് നമ്മൾ അക്കൗണ്ടബിൾ ആവണമെന്നില്ല. നമ്മൾ ആ സിറ്റുവേഷനിൽ എക്സിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മളവിടെ കണ്ടിന്യൂ ചെയ്യണോ, അതാണ് നമ്മുടെ പവർ അല്ലേ. അല്ലാതെ നമ്മളവിടെ നിന്ന് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാനുണ്ടാവില്ല. നമ്മളുടെ എനർജി അവരെ അബ്സോർബ് ചെയ്യാണ്ടിരിക്കാൻ നമ്മളുടെ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഡിഫിക്കൽട്ട് ആളുകളെ ഡീൽ ചെയ്യുമ്പോൾ പിന്നെ ഒരു കഥയും കൂടി പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, അതും കൂടി പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് നമ്മളൊരു ഒരു കഥ കേട്ടതാണ്. നമ്മളൊരു ഗസ്റ്റിനെ വിളിക്കുന്നു. അപ്പോൾ ഗസ്റ്റ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകളായിട്ട് തരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈറ്റബിൾസ് ആയിട്ട് തരുന്നു. നമ്മളത് കഴിക്കാത്തതാണ്, അല്ലെങ്കിൽ നമുക്കത് യൂസ്ഫുൾ അല്ലാത്തതാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് ചെന്നിട്ട് നമ്മളൊരാൾക്കൊരു സാധനം കൊടുക്കുന്നു. അവരത് കഴിക്കാത്തതാണെങ്കിൽ, അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കാത്തതാണെങ്കിൽ അവരത് കളയുന്നു, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പറയുന്നു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഗിഫ്റ്റ് യു ആർ പ്രൊവൈഡഡ്. അങ്ങനെ ഒരിക്കലും ആരും പറയില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ മെൻറ്റാലിറ്റി അങ്ങനെ ആയിരിക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർ നമ്മൾക്ക് തരുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആർഗ്യുമെൻറ്റ്സ്, നമ്മളെ തരം താഴ്ത്തി വർത്തമാനം പറയുന്നത്, അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഡിസ്റെസ്പെക്റ്റ്, ഹ്യൂമിലിയേഷൻ, ഇതൊക്കെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യില്ല. ആ ഒരു ഗസ്റ്റ് കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സാധനങ്ങളെ വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യാത്ത പോലെ, നമ്മൾ അതിനെ നമ്മളുടെ ഇമോഷണൽ ആ ഒരു ഫ്ലോറിൽ, ആ ഗ്രൗണ്ടിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കീപ്പിംഗ് ബാരിയർ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. അതായത് നമ്മുടെ ചോയ്സ് എന്താ, നമ്മൾ പീസ്ഫുള്ളായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ്. സോ അവർ പറയുന്ന ആ വേർഡ്സ് മുഴുവൻ നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കണ്ട. ബി റെസ്പോൺസിബിൾ, ദിസ് ഈസ് യുവർ ഫാമിലി, ഡോണ്ട് ഓവർ റിയാക്ട്, ആഫ്റ്റർ ഓൾ വി ഓൾ ഹാവ് ഡൺ ഫോർ യു, ഇങ്ങനത്തെയൊക്കെ വേർഡ്സ് പറയാം. സോ നമ്മളൊരു ബിഗ് കൺഫ്യൂഷനിലാവും നമ്മളാണ് തെറ്റ് എന്നുള്ളത്. ഇതൊരു ടോക്സിക് ഫാമിലിയിലായിരിക്കാം, ഇതല്ലെങ്കിൽ ടോക്സിക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ നൈബേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഒരേ വീട് പോലെ ജീവിച്ചതല്ല, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയില്ലേ. പക്ഷേ അവരായിരിക്കും നമ്മളിൽ ആ ഒരു സംഭവം നമ്മളങ്ങനെ റിയാക്ട് ചെയ്യിപ്പിക്കാൻ കാരണമായത്. സോ ഡോണ്ട് ഓവർ റിയാക്ട്, കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. നമ്മൾ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യേണ്ട. പ്രൊട്ടക്റ്റ് എനർജി ഫ്രം ലൈക്ക് ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് പീപ്പിൾ. ഹീലിംഗ് ആഫ്റ്റർ ഡീലിംഗ് വിത്ത് ടോക്സിക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് തന്നെയാണ്. ബട്ട് if you practice calmness and not overreacting to the things and set a well-defined boundary, we can overcome anything easily. Thank you for listening to me.